Hello children, welcome to Kidseria Online. നമ്മൾ എക്സാം എഴുതുമ്പോൾ ഇംഗ്ലീഷ് എക്സാമിൽ കോൺവെർസേഷൻ ഉണ്ടാവും അല്ലേ, സംഭാഷണം. എല്ലാ ക്ലാസ്സുകാർക്കും കോൺവെർസേഷൻ ഉണ്ടാകാറുണ്ട്. അതെങ്ങനെ എഴുതും എന്ന് നമുക്ക് സംശയം വരാറുണ്ട്. ഇന്ന് ടീച്ചർ കോൺവെർസേഷനിൽ എഴുതാവുന്ന നിങ്ങൾക്ക് പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് ടീച്ചർ പഠിപ്പിക്കുന്നത്. നിങ്ങൾ റെഡിയാണല്ലോ? റെഡിയാണ്. അങ്ങനെയാണെങ്കിൽ ടീച്ചർ മറ്റൊരു കാര്യം കൂടി പറയട്ടെ. നിങ്ങൾക്കിപ്പോൾ ആനുവൽ എക്സാം വരികയാണ്. ആനുവൽ എക്സാമിൻ്റെ റിവിഷൻ ക്ലാസ് മാർച്ച് 4 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. എക്സാം റിവിഷൻ ക്ലാസ് എന്തൊക്കെയാണോ നിങ്ങൾ പഠിച്ചിട്ടുള്ളത്, എക്സാമിന് എന്തൊക്കെയാണോ ചോദിക്കുന്നത്, മോഡൽ എക്സാം ഇതെല്ലാം ഉണ്ടാകും. അപ്പോൾ 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് എക്സാം റിവിഷൻ ക്ലാസ് മാർച്ച് 4 ആരംഭിക്കുകയാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. 9746487799. ഇതാണ് വാട്സപ്പ് നമ്പർ. ഇതിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. നമ്മുടെ ഫസ്റ്റ് ടൈം എക്സാമിനേഷനും റിവിഷൻ ക്ലാസ് ഉണ്ടായിരുന്നു. സെക്കൻഡ് ടൈം എക്സാമിന് റിവിഷൻ ക്ലാസ് ഉണ്ടായിരുന്നു. അതിൽ ജോയിൻ ചെയ്തവർക്ക് അറിയാം എങ്ങനെയാണ് ക്ലാസ്സസ് എന്നൊക്കെ ഉള്ളത്. ഇനിയിപ്പോൾ ആനുവൽ എക്സാമിൻ്റെ റിവിഷൻ ക്ലാസ് മാർച്ച് 4 സ്റ്റാർട്ട് ചെയ്യുന്നു. എല്ലാവരും ജോയിൻ ചെയ്തോളൂ. 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് കേട്ടോ. അതോടൊപ്പം ഏപ്രിൽ മെയിൽ വെക്കേഷൻ ക്ലാസ്സസ് വരുന്നുണ്ട്. വെക്കേഷൻ ക്ലാസ്സസിൽ മലയാളം ലെറ്റേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് കോഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാത്തമാറ്റിക്സ് ബേസിക്, സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ്, ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ, LKG റിവിഷൻ, UKG റിവിഷൻ ഇതൊക്കെ ഏപ്രിൽ മെയ് വെക്കേഷൻ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. മുകളിൽ വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ഏത് കോഴ്സാണോ വേണ്ടത് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായി മെസ്സേജ് അയച്ചാൽ മതിയാകും. അടുത്ത വർഷം മുതൽ 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് കേരള സ്റ്റേറ്റ് സിലബസിൻ്റെ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ വർഷം 1 മുതൽ 4 വരെയാണുള്ളത്. നെക്സ്റ്റ് അക്കാഡമിക് ഇയർ മുതൽ ജൂൺ മുതൽ 1 മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിനും കൂടുതൽ വിവരങ്ങൾ അറിയുവാനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഇംഗ്ലീഷ് കോൺവെർസേഷന് നമുക്ക് എഴുതാനായിട്ട് ഒത്തിരി കുട്ടികൾക്ക് എന്താണ് എഴുതുക, എങ്ങനെയാണ് അത് ചോദ്യം ചോദിക്കുക, എങ്ങനെയാണ് അതിൻ്റെ മറുപടി എഴുതുക, നമുക്ക് സംശയമുണ്ടല്ലേ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ന് ടീച്ചർ പറഞ്ഞു തരുന്നത്. നിങ്ങൾ ശ്രദ്ധയോടെ ക്ലാസ്സിലിരിക്കുക കേട്ടോ. ഇവിടെ നോക്കിയേ, ഇവിടെ നിങ്ങൾ ആരെയൊക്കെ കാണുന്നുണ്ട്? ഇതൊരു അങ്കിളാണ്, ഇതൊരു ബോയ് ആണ്. അങ്കിൾ, ബോയ്. അപ്പോൾ ഈ അങ്കിളും ബോയും തമ്മിൽ, ഈ അങ്കിളും ഈ ആൺകുട്ടിയും തമ്മിൽ സംസാരിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ കോൺവെർസേഷൻ എന്ന് പറഞ്ഞാൽ സംസാരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതാണ് അല്ലേ. അപ്പോൾ ഈ അങ്കിൾ ചോദിക്കുകയാണ്, വേർ ഡിഡ് യു ഗോ? എന്താ ചോദിക്കുന്നേ? വേർ ഡിഡ് യു ഗോ? വേർ ശ്രദ്ധിക്കുക, WHERE, വേർ. എവിടെ? വേർ എന്ന് പറഞ്ഞാൽ എന്താ? എവിടെ. വേർ ഡിഡ്, DID, ഡിഡ്. വേർ ഡിഡ് യു ഗോ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാവോ? നീ എവിടെ പോയി? നമ്മൾ ഒരാളെ കാണുമ്പോൾ ചോദിക്കുകയാണ്, എവിടെയെങ്കിലും പോയിട്ട് വരികയാണെങ്കിൽ നമ്മൾ ചോദിക്കും, നീ എവിടെ പോയി? വേർ ഡിഡ് യു ഗോ? അപ്പോൾ കോൺവെർസേഷനിൽ നീ എവിടെ പോയി എന്ന് ചോദിക്കണമെങ്കിൽ നിങ്ങളവിടെ എന്താ എഴുതാനുള്ളത്? വേർ ഡിഡ് യു ഗോ. ചിലപ്പോൾ നിങ്ങൾക്ക് ആൻസർ നൽകിയിരിക്കും, ക്വസ്റ്റ്യൻ ആയിരിക്കും നിങ്ങൾ എഴുതാനുള്ളത്. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ നൽകിയിരിക്കും, ആൻസർ ആയിരിക്കും നിങ്ങൾ എഴുതാനുള്ളത്. അപ്പോൾ വേർ ഡിഡ് യു ഗോ എന്തായിരിക്കും ആൻസർ വരിക എന്നറിയാവോ? കോൺവെർസേഷനിൽ ചോദിക്കണം, അങ്കിൾ വേർ ഡിഡ് യു ഗോ? ബോയ് എന്തായിരിക്കും ആൻസർ പറഞ്ഞിട്ടുണ്ടാവുക? എന്തായിരിക്കും നിങ്ങൾ എഴുതുക? ടീച്ചർ പറഞ്ഞു തരാം. I went to the school. ഇവിടെ നോക്കിയേ, സ്കൂളാണല്ലേ. അപ്പോൾ ആ കുട്ടി എന്ത് പറയും? I went. I go അല്ല, I went. എന്താ എഴുതുക? I went. നീ എവിടെ പോയി? പോയി കഴിഞ്ഞ കാര്യമാണ്, കഴിഞ്ഞു പോയി. അപ്പോൾ കഴിഞ്ഞ കാര്യമായി പാസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചേർക്കണം? went. I went. തെറ്റരുത് കേട്ടോ. I go എന്ന് ഒത്തിരി കുട്ടികൾ എഴുതുന്നുണ്ട്. അപ്പോൾ അതാണ് തെറ്റ് വരുന്നതിനുള്ള കാരണം. I go അല്ല, I went.
അപ്പോൾ where did you go? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതിന് താഴെ കോൺവെർസേഷനിൽ താഴെ എന്താ എഴുതാനുള്ളത്? I went to the school. ഞാൻ എവിടെയാ പോയേ? ഞാൻ സ്കൂളിൽ പോയി. നീ എവിടെ പോയി? ഞാൻ സ്കൂളിൽ പോയി. I went to the school. പറഞ്ഞേ, I went to the school. സ്കൂൾ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലമാണല്ലേ, ഒരു സ്ഥലമാണ്. അപ്പോൾ അതിന് മുൻപ് നമ്മൾ ദ ചേർത്തു. ദ സ്കൂൾ. I went to. അത്രയും പറഞ്ഞേ. I went to. വെന്റിന്റെ സ്പെല്ലിംഗ് WENT. 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 Where did you go? I went to the school. തെറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ I went to the school എന്നായിരിക്കും ആൻസർ നൽകിയിട്ടുണ്ടാവും. ചോദ്യം നിങ്ങളായിരിക്കും എഴുതാനുള്ളത് കോൺവെർസേഷനിൽ. എന്താ എഴുതുക? Where did you go? നീ എവിടെ പോയി? Where did you go? നീ എവിടെ പോയി? I went to the school. ഞാൻ സ്കൂളിൽ പോയി. മറ്റൊന്ന് നോക്കാം. ഇവിടെ നോക്കി, ഇതെന്താണ്? ഹൗസ്, വീട്. അപ്പോൾ ഇതാ ഈ അങ്കിൾ എന്തായിരിക്കും ചോദിക്കുന്നുണ്ടാവുക? നിങ്ങൾ ചോദിച്ചേ, എന്തായിരിക്കും ചോദിക്കുന്നുണ്ടാവുക? Where did you go? നീ എവിടെ പോയി? Where did you go? നീ എവിടെ പോയി? ബോയ് എന്തായിരിക്കും ആൻസർ പറയാ? I went to the house. ഞാൻ വീട്ടിൽ പോയി. I went to the house. ഞാൻ വീട്ടിൽ പോയി. I went to the house. ഞാൻ വീട്ടിൽ പോയി. അപ്പോൾ ക്വസ്റ്റ്യനും നിങ്ങൾ അറിഞ്ഞിരിക്കണം, ആൻസർ നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം എന്താ? കോൺവെർസേഷന് ചോദിക്കുമ്പോൾ ക്വസ്റ്റ്യൻ ആയിരിക്കും നൽകിയിട്ടുണ്ടാവുക, നിങ്ങൾ ആൻസർ എഴുതണം. അല്ലെങ്കിൽ ആൻസർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാകും, നിങ്ങൾ ക്വസ്റ്റ്യൻ എഴുതണം. ക്വസ്റ്റ്യനും ആൻസറും നിങ്ങൾ എന്ത് ചെയ്യണം? ഒരുപോലെ അറിഞ്ഞിരിക്കണം. അപ്പോൾ നീ എവിടെ പോയി എന്ന് ചോദിക്കണമെങ്കിൽ, ഇപ്പോൾ കോൺവെർസേഷൻ ഒരു കുട്ടി ഒരിടത്തു നിന്ന് വരികയാണ്. വരുന്നപ്പോൾ അച്ഛൻ എന്തൊക്കെയാണ് ചോദിച്ചത്? Where did you go? നീ എവിടെ പോയി? I went to the, എന്താ പറയുക? എവിടെയാണോ പോയത് അവിടെ പറയും. I went to the house. ഞാൻ വീട്ടിൽ പോയി. I went to the house. ഞാൻ വീട്ടിൽ പോയി. അങ്ങനെയാണെങ്കിൽ അടുത്തത് നിങ്ങൾ പറയോ? പറയും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ടീച്ചർ നൽകാം. നോക്കി, എന്താ ചെയ്യുന്നേ? ഈ കുട്ടി എന്താ ചെയ്യുന്നേ? സ്ലീപ്പ്, ഉറങ്ങുന്നു. എന്താ ചെയ്യുന്നേ? സ്ലീപ്പ്, ഉറങ്ങുന്നു. അപ്പോൾ അങ്കിൾ ചോദിക്കുന്നത് എന്തായിരിക്കും? Where did you go? നീ എവിടെ പോയി? ആൻസർ പറഞ്ഞേ, നിങ്ങൾ ആൻസർ പറഞ്ഞേ. Where did you go? I went to. ഒരു സ്ഥലത്തേക്കാണോ പോയത്? അല്ല. എന്തിനാ പോയേ? ഉറങ്ങാൻ പോയി. അപ്പോൾ ദാ വേണ്ട. I went to sleep. ഞാൻ ഉറങ്ങാൻ പോയി. I went to sleep. ഒരു കാര്യം ചെയ്യാൻ പോയതാണല്ലേ, ഒരു സ്ഥലത്തേക്ക് പോയതല്ല, ഉറങ്ങാൻ ഒരു കാര്യം ചെയ്യാനായിട്ട് പോയതാ. അപ്പോൾ ദാ വേണ്ട. I went to sleep. ഞാൻ ഉറങ്ങാൻ പോയി. Where did you go? നീ എവിടെ പോയി? I went to sleep. അല്ലെങ്കിൽ I go to sleep എന്ന് എഴുതുവോ? നോ. കഴിഞ്ഞ കാര്യം ആയതുകൊണ്ട് എന്ത് എഴുതണം? went, പോയി. I went to sleep. ഞാൻ ഉറങ്ങാൻ പോയി. I went to sleep. ഞാൻ ഉറങ്ങാൻ പോയി. അടുത്ത ക്വസ്റ്റ്യൻ തരട്ടെ, നിങ്ങൾ ആൻസർ പറയോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, എവിടെയാ പോയേ? ഇത് ഏതാ സ്ഥലം? ഹോസ്പിറ്റൽ. വെരി ഗുഡ്, ഹോസ്പിറ്റൽ. അങ്കിൾ എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക? നിങ്ങൾ പറഞ്ഞേ, അങ്കിൾ എന്തായിരിക്കും ചോദിക്കുക? Where did you go? Very good. Where did you go? നീ എവിടെ പോയി? Where did you go? നീ എവിടെ പോയി? എന്താ ചോദിച്ചേ?
where did you go? നീ എവിടെ പോയി? ബോയ് എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? പറഞ്ഞേ. I went to ഒരു സ്ഥലത്തേക്ക് പോയി. അപ്പോൾ ദ ഹോസ്പിറ്റൽ, ദ വേണം കേട്ടോ. I went to the hospital. എന്താ പറയാ? I went to the hospital. ഞാൻ ആശുപത്രിയിൽ പോയി. I went to the hospital. ഞാൻ ആശുപത്രിയിൽ പോയി. Where did you go? നീ എവിടെ പോയി? I went to the hospital. ഞാൻ ആശുപത്രിയിൽ പോയി. ഇതുപോലെ നിങ്ങൾക്ക് എന്താണോ ആ കോൺവെർസേഷൻ എന്തുമായിട്ട് ബന്ധപ്പെട്ടാണോ അവിടെ എവിടെ പോയി എന്ന് ചോദ്യം വന്നു കഴിഞ്ഞാൽ ആൻസർ എന്താ എഴുതാനുള്ളേ? I went. I went. I went to എന്താണോ അത് എഴുതുക. I went to the hospital. ഞാൻ ആശുപത്രിയിൽ പോയി. നോക്കിയേ. വർക്ക്, ജോലിക്ക് പോയി. ജോലിക്ക് വർക്ക്, ജോലിക്കാണ് പോയത്. ജോലിക്ക് വർക്ക് എന്നാ പറയാ. അപ്പൊ അങ്കിൾ എന്തായിരിക്കും ചോദിക്കുന്നുണ്ടാവുക? Where did you go? Where, WHERE. Where did you go? നീ എവിടെ പോയി? Where എന്ന് പറഞ്ഞാൽ എവിടെ. Where did you go? നീ എവിടെ പോയി? എന്തിനാ പോയി? ഒരു സ്ഥലത്തേക്കാണോ പോയത്? അല്ല, ജോലി ചെയ്യാനാ പോയതല്ലേ, വർക്ക് ചെയ്യാൻ. അപ്പൊ എങ്ങനെ ചെയ്യണം? I went to work. വേണ്ട, I went to work. ഞാൻ ജോലിക്ക് പോയി. I went to work. ഞാൻ ജോലിക്ക് പോയി. Where did you go? നീ എവിടെ പോയി? I went to work. ഞാൻ ജോലിക്ക് പോയി. മനസ്സിലായോ? ഇനി നിങ്ങൾ നിങ്ങളുടെ ബുക്ക് എടുത്തേ. എല്ലാവരും ബുക്ക് എടുത്തേ. ഹോംവർക്ക് ടൈമാണ് കേട്ടോ. നമുക്ക് വർക്ക് ചെയ്യാം. അത് കഴിഞ്ഞ് ബാക്കി പഠിക്കാം. നിങ്ങൾ പഠിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യം വേണ്ടേ? വേണം. ബുക്ക് എടുത്തോ? പെണ്ണെടുത്തോ? എടുത്തായിരുന്നോ? ഓക്കെ. അങ്ങനെയാണ് എങ്കിൽ ദാ നോക്കിക്കോളൂ. എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക? എന്തായിരിക്കും മറുപടി പറഞ്ഞിട്ടുണ്ടാവുക? ഇതെന്താണെന്ന് അറിയാലോ? ഇതേതാ ഈ സ്ഥലം? ഈ സ്ഥലത്തിന് എന്താ പറയുക? നിങ്ങൾക്ക് കൂടുതൽ എക്സാമിന് ചോദിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ടീച്ചർ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതേതാണ് ഈ സ്ഥലം? മാർക്കറ്റ്, ഷോപ്പ് എന്നൊക്കെ നമുക്ക് പറയാം കേട്ടോ. മാർക്കറ്റ്, ചന്ത, ഷോപ്പ്, കച്ചവട സ്ഥലം. എന്തായിരിക്കും എഴുതുന്നുണ്ടാവുക? നിങ്ങൾ എഴുതിയേ. എന്തായിരിക്കും അങ്കിൾ ചോദിച്ചിട്ടുണ്ടാവുക? ബോയ് എന്ത് പറഞ്ഞിട്ടുണ്ടാവും. സ്പെല്ലിംഗ് തെറ്റാതെ എഴുതുക കേട്ടോ. എല്ലാവരും എഴുതിയേ. സ്പെല്ലിംഗ് തെറ്റാതെ എല്ലാവരും എഴുതിയേ. അങ്കിൾ എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക? എഴുതിയായിരുന്നോ? എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക? Where did you go? Where did you go? നീ എവിടെ പോയി? എത്ര പേർക്ക് ശരിയായി? Where did you go? Very good. ബോയ് എന്തായിരിക്കും ആൻസർ പറഞ്ഞിട്ടുണ്ടാവുക? ആൻസർ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? Where did you go? I went to ഒരു സ്ഥലത്തേക്കാ പോയത്. The market. I went to the market. ഞാൻ ചന്തയിൽ പോയി. I went to the market. ഞാൻ ചന്തയിൽ പോയി. I went to the market. ഞാൻ ചന്തയിൽ പോയി. എത്ര പേർക്ക് ശരി ഉത്തരം കിട്ടി? പ്ലീസ് റൈസ് യുവർ ഹാൻഡ്. ഓക്കെ, വെരി ഗുഡ്. 1 point കിട്ടിയിട്ടുണ്ട് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഏത് പ്ലേസ് ആണ്? ഇതൊരു പ്ലേസ് ആണ്. ഏതാണ് ഈ സ്ഥലം? പാർക്ക്. പാർക്ക്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒത്തിരി ചോദ്യം വരുന്നതാണ്. പാർക്ക് എഴുതിക്കോളൂ. അങ്കിൾ എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക? ആൻസർ എന്തായിരിക്കും ആ ബോയ് പറഞ്ഞിട്ടുണ്ടാവുക? രണ്ടും എഴുതുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ചോദ്യം വന്നാലും എഴുതാനായിട്ട് കഴിയും.
ആൻസർ തന്നിരുന്നാൽ ചോദ്യം എഴുതാനായിട്ട് കഴിയും, ക്വസ്റ്റ്യൻ തന്നിരുന്നാൽ ആൻസർ എഴുതുവാനായിട്ടും കഴിയും. അങ്കിൾ എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക? ബോയ് എന്ത് മറുപടി പറഞ്ഞിട്ടുണ്ടാവും? വേഗത്തിൽ എഴുതൂ. കഴിഞ്ഞായിരുന്നോ? അങ്കിൾ എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക? പറഞ്ഞേ. Where did you go? നീ എവിടെ പോയി? Where did you go? നീ എവിടെ പോയി? Where did you go? നീ എവിടെ പോയി? എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? എവിടെയാ പോയേ? പാർക്ക്. അപ്പൊ എന്തായിരിക്കും പറയാ? പാർക്ക് ഒരു സ്ഥലമാണ്, അപ്പോൾ ദാ ചേർക്കണം. I went to the park. ഞാൻ പാർക്കിൽ പോയി. I went to the park. ഞാൻ പാർക്കിൽ പോയി. I went to the park. ഞാൻ പാർക്കിൽ പോയി. എത്ര പേർക്ക് കറക്റ്റ് ഉത്തരം കിട്ടി? കറക്റ്റായിട്ട് ആൻസർ എഴുതി എത്ര പേരുണ്ട്? യെസ്, വെരി ഗുഡ്. ഇപ്പോൾ 2 points കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി തെറ്റില്ലല്ലോ? തെറ്റുമോ? ഈ ക്വസ്റ്റ്യൻ തെറ്റുമോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പറിലും ഞാൻ എൻ്റെ കൂട്ടുകാരനെ കാണാൻ പോയി, കാണാൻ പോയി, പോയത് മാത്രമല്ല, എന്തിനാ പോയേ? കാണാൻ പോയി. പാർക്കിൽ പോയത് മാത്രമല്ല, കാണാനും കൂടിയാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? നോക്കിയേ, കൂട്ടുകാരനെ കാണാൻ പോയി. അപ്പോൾ എങ്ങനെയായിരിക്കും അങ്കിൾ ചോദിക്കുന്നുണ്ടാവുക? Where did you go? നീ എവിടെ പോയി? ഈ കുട്ടി എന്തായിരിക്കും ആൻസർ പറഞ്ഞിട്ടുണ്ടാവുക? I went to see, കാണാൻ. I went to see my friend. എൻ്റെ സുഹൃത്തിനെ കാണാൻ ഞാൻ പോയി. ഞാൻ എൻ്റെ സുഹൃത്തിനെ കാണാൻ പോയി. I went to see my friend. I went to see my friend. I went to see my friend. ഞാൻ എൻ്റെ സുഹൃത്തിനെ കാണാൻ പോയി. ഇത് ടീച്ചർ ഇതിൻ്റെ കൂടെ പഠിപ്പിച്ചു എന്നുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരനെ കാണാൻ പോയി എന്ന് പറയണമെങ്കിൽ എങ്ങനെ എഴുതണം? Where did you go? I went to see my friend. I went to see my friend. ഞാൻ എൻ്റെ സുഹൃത്തിനെ കാണാൻ പോയി. അപ്പോൾ ചോദിക്കണം, Where did you go? നീ എവിടെ പോയല്ലേ? ഇന്ന് നീ എവിടെ പോയി? ഇന്ന്. ഇന്ന് അതിനെന്താ പറയുക? ടുഡേ. അങ്ങനെ എങ്ങനെ എഴുതാം? ഇപ്പോൾ സ്കൂളാണ്. ഇന്ന് നീ എവിടെ പോയി? അങ്ങനെയാണെങ്കിൽ എങ്ങനെ എഴുതാം? Where did you go today? Where did you go today? ഇന്ന് നീ എവിടെ പോയി? Where did you go today? ഇന്ന് നീ എവിടെ പോയി? എങ്ങനെയാ പറയാ? നീ ഇന്ന് എവിടെ പോയി? നീ ഇന്ന് എവിടെ പോയി? ഇന്ന്. Where did you go? നീ എവിടെ പോയി? Where did you go today? നീ ഇന്ന് എവിടെ പോയി? ലാസ്റ്റ് ടുഡേ കൂടി ചേർത്താൽ ഇന്ന്. നീ ഇന്ന് എവിടെ പോയി? ആൻസർ എങ്ങനെ വരും? I went to the school today. I went to the school ആണല്ലേ ആൻസർ വരിക. Where did you go? I went to the school. Where did you go today? I went to the school today. അവസാനം എന്തുകൂടെ വരും? ടുഡേ. ക്വസ്റ്റ്യനിലും ആൻസറിലും ലാസ്റ്റ് ടുഡേ കൂടി വരും. എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് സ്കൂളിൽ പോയി. ഞാൻ ഇന്ന് സ്കൂളിൽ പോയി. I went to the school today. I went to the school today. ഓക്കെ? അപ്പോൾ ഇന്നലെ ആണെങ്കിലോ അതിനെന്താ പറയുക? ഇന്നലെ. ഇന്നലെ ഇന്ന് കഴിഞ്ഞ കാര്യമാണ്. ഇന്ന് നേരത്തെ പോയ കാര്യമാണ്. ഇവിടെ നീ ഇന്ന് എവിടെ പോയി? അപ്പോൾ ഇന്നലെ പോയി. ഇന്നലെ നീ എവിടെ പോയി? നീ ഇന്നലെ എവിടെ പോയി? നീ ഇന്നലെ എവിടെ പോയി? അപ്പോൾ ഇന്നലേക്ക് എന്താ പറയുക? യെസ്റ്റർഡേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും പറയുക? Where did you go yesterday? Where did you go yesterday? എങ്ങനെയാ ചോദിക്കുക? Where did you go yesterday? നീ ഇന്നലെ എവിടെ പോയി?
നീ ഇന്നലെ എവിടെ പോയി? I went to the school yesterday. I went to the school yesterday. ലാസ്റ്റ് ക്വസ്റ്റ്യനിലും ആൻസറിലും എന്ത് ചേർക്കുക? യെസ്റ്റർഡേ, ഇന്നലെ ചേർക്കുക. ഞാൻ ഇന്നലെ എവിടെ പോയി? സ്കൂളിൽ പോയി. ഞാൻ ഇന്നലെ സ്കൂളിൽ പോയി. Where did you go yesterday? നീ ഇന്നലെ എവിടെ പോയി? I went to the school yesterday. ഞാൻ ഇന്നലെ സ്കൂളിൽ പോയി. അങ്ങനെയാണെങ്കിൽ നോക്കി, സ്ലീപ്പ് എങ്ങനെ ചോദിക്കാം? Where did you go today? നീ ഇന്ന് എവിടെ പോയി? Where did you go today? നീ ഇന്ന് എവിടെ പോയി? I went to sleep today. ഞാനിന്ന് ഉറങ്ങാൻ പോയി. I went to sleep today. ദാ വരുന്നില്ല, കാരണം എന്തൊരു കാര്യം ചെയ്യാൻ പോയതാണ് അല്ലേ. I went to sleep today. ഞാൻ ഇന്ന് ഉറങ്ങാൻ പോയി. ഇപ്പം ഇന്നലെയാണ് എങ്കിൽ Where did you go yesterday? നീ ഇന്നലെ എവിടെ പോയി? I went to sleep yesterday. I went to sleep yesterday. ഞാൻ ഇന്നലെ ഉറങ്ങാൻ പോയി. I went to sleep yesterday. ഞാൻ ഇന്നലെ ഉറങ്ങാൻ പോയി. അപ്പോൾ went ആണ്. I went. Where did you go? I went to. I went to എഴുതുക. ഓക്കെ, ഒരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ തരാം. നിങ്ങൾ ആൻസർ എഴുതിക്കോളൂ. ബുക്ക് കയ്യിലുണ്ടല്ലോ. ഹോംവർക്ക് ക്വസ്റ്റ്യൻ. ഇന്ന് നീ എവിടെ പോയി? നീ ഇന്ന് എവിടെ പോയി? നീ ഇന്ന് എവിടെ പോയി? എങ്ങനെ എഴുതുക? നീ ഇന്ന് എവിടെ പോയി? ഞാൻ ഇന്ന് ഹോസ്പിറ്റലിൽ പോയി. എങ്ങനെ എഴുതുക? എഴുതിക്കോളൂ. എങ്ങനെ എഴുതിയേ? Where did you go today? Where did you go today? Where did you go today? നീ ഇന്ന് എവിടെ പോയി? എന്തായിരിക്കും ആൻസർ വരിക? I went to the hospital today. I went to the hospital today. ഞാൻ ഇന്ന് ആശുപത്രിയിൽ പോയി. എത്ര പേർക്ക് കറക്റ്റ് ആൻസർ കിട്ടി? യെസ്, വെരി ഗുഡ്. അപ്പോൾ ഇന്നലെ നീ എവിടെ പോയി? നീ ഇന്നലെ എവിടെ പോയി? അതിനെന്താ ചോദിക്കുക? നീ ഇന്നലെ എവിടെ പോയി? ഹോസ്പിറ്റലിലാണ് പോയത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ആൻസറും എഴുതണം. നീ ഇന്നലെ എവിടെ പോയി? എങ്ങനെ എഴുതുക? Where did you go yesterday? നീ ഇന്നലെ എവിടെ പോയി? Where did you go yesterday? നീ ഇന്നലെ എവിടെ പോയി? ആൻസർ എന്തായിരിക്കും വരുന്നുണ്ടാവുക? I went to the hospital yesterday. I went to the hospital yesterday. ഞാൻ ഇന്നലെ ആശുപത്രിയിൽ പോയി. എത്ര പേർക്ക് ഇത് കറക്റ്റ് ആൻസർ കിട്ടി? ടീച്ചർ ഒന്ന് ഇവിടെ 4 ചോദ്യങ്ങൾ ചോദിച്ചു. 4 ചോദ്യങ്ങൾക്കും കറക്റ്റായിട്ട് എത്ര പേർ എഴുതി? ഓക്കെ ഓക്കെ ചിൽഡ്രൻ, നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കോൺവെർസേഷനിൽ നിങ്ങൾക്ക് ഫില്ല് ചെയ്യാനുണ്ടായിരുന്നാൽ ഫില്ല് ചെയ്യാനായിട്ട് അറിയാലോ. യെസ്, ഓക്കെ ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു.